ഈ 22 വയസ്സിലെ ഡൽഹിക്ക് വരുമ്പോൾ ഡൽഹി ഒരു അകലെയുള്ളൊരു ലോകമാണ്. വാർത്തകളിൽ കേട്ടും ഒക്കെ പരിചയിച്ച് വാർത്തകളിൽ വായിച്ചൊക്കെ പരിചയമുള്ളൊരു സ്ഥലം മാത്രം. അങ്ങനെ വരുമ്പോൾ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അധികാരത്തിനെ കുറിച്ചും ജീവിതത്തിനെ കുറിച്ചൊക്കെ. അത് എന്തായിരുന്നു? അല്ല, എനിക്ക് ആശങ്കകളുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാവവും കാണാതെ കേരളത്തിലുള്ള ഒരാളായിരുന്നല്ലോ. എപ്പോഴോ ഒരു തമിഴ്നാട്ടിലോ മറ്റോ പോയിട്ടുള്ളൊരു അനുഭവം മാത്രമേ എനിക്കുള്ളൂ. അതും ഡൽഹിയിൽ നിന്നുള്ള മഹാനഗരത്തിലേക്ക് വരുന്നു, ഒറ്റയ്ക്ക് വരുന്നു, കൂടെയാരുമില്ല, ഒരു തീവണ്ടിയിൽ നമ്മൾ കയറി വരുന്നു. അപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആശങ്കകളേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതൊരു ആവേശമാണ്. ഭയങ്കര എക്സൈറ്റഡാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ കേട്ടുകയും അന്നത്തെ കാലത്ത് ഈ പ്രിൻ്റ് മീഡിയ മാത്രമല്ലേ ഉള്ളൂ. ഈ പ്രിൻ്റ് മീഡിയയുടെ ഒട്ടുമിക്കവാറും ലീഡ് ന്യൂസ് ഡൽഹിയിൽ നിന്നാണ്. ഒട്ടുമിക്കവാറും ലീഡ് ന്യൂസ്. അന്ന് മലയാളി കുറേയും കൂടി ഒരു വിശ്വപൗരനോ ഇന്ത്യൻ പൗരനോ ആയിരുന്നു. ഇന്ന് അവൻ ലോക്കലായിപ്പോയി, അവനെ ലോക്കൽ പേജിലേക്ക് തളച്ചു. ഉദാഹരണം എൻ്റെ മനസ്സിൽ അന്ന് പത്രക്കാരെന്ന് പറയുന്നത് 6-7 പേരേ ഉള്ളൂ. മലയാള പത്രക്കാർ TV ഷണായി, VK മാധവൻകുട്ടി, പിന്നെ കേരളകൗമുദിൽ നരേന്ദ്രൻ സാറ്, അങ്ങനെ പിന്നെ ഉള്ളത് D വിജയമോഹൻ. അതൊക്കെ താരതമ്യേന ജൂനിയറായിട്ടുള്ള ആകെ കൂടി 7-8 പേരേ ഉള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ ബൈലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിങ്ങനെ തത്തിക്കളിക്കുന്ന ബൈലൈനാണ് ആ കാലഘട്ടത്തിൽ. പക്ഷേ അത്ഭുതം എന്ന് പറയുന്നത് വെച്ചാൽ ഡൽഹിയിൽ എത്തിയപ്പോൾ ഈ വളരെ സീനിയർ എന്ന് പറഞ്ഞ ആൾക്കാർ, ഇപ്പോൾ ഷേണായി സാറ് അല്ലെ മാധവൻകുട്ടി ചേട്ടൻ, അതൊക്കെ നമ്മളെയൊക്കെ അങ്ങോട്ട് ദത്തെടുത്ത പോലെ ചില നമ്മളെ വിളിക്കുക, വീട്ടിൽ കൊണ്ടുപോവുക, ഭക്ഷണം കഴിക്കുക, തരിക. ഇപ്പോൾ VK മാധവൻകുട്ടിയൊക്കെ രാവിലെ നമ്മുടെ കൂടെ ഒന്ന് ഷട്ടിൽ കളിക്കുക, തമാശ പറയുക. അപ്പോൾ ആക്ച്വലി ഐ ഫെൽറ്റ് അറ്റ് ഹോം. പിന്നെ അന്ന് ബ്യൂറോക്രസിയിലും പൊളിറ്റിക്സിലും എല്ലാ രംഗത്തും മലയാളികൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. മലയാളികൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. VK അന്നത്തെ കാലത്തുണ്ടായിരുന്നു, MB നാരായണപ്പിള്ള ഉണ്ടായിരുന്നു, മുകുന്ദനുണ്ടായിരുന്നു, OV വിജയനുണ്ടായിരുന്നു, സക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നവരെല്ലാം ഇവിടെ തന്നെയാണ്. ആനന്ദ്. അപ്പം ഒരുപക്ഷെ നമ്മൾ യഥാർത്ഥ കേരളം ഇവിടെയാണെന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. നമ്മുടെ വാർത്തകളും മുഴുവൻ ഇവിടുന്ന്, സാഹിത്യവും ഇവിടുന്ന്. അപ്പം നമുക്കൊരു സുരക്ഷിതമാണ്. നമ്മുടെ പൊളിറ്റിക്സും അതുപോലെ തന്നെ. അന്ന് ലെഫ്റ്റ് പാർട്ടീസിനൊക്കെ നല്ല സ്വാധീനമുള്ള സമയമാണ്. പിന്നെ പാർലമെൻറ്റിലുള്ള നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ കേരളത്തോട് താല്പര്യമുള്ള ശബ്ദങ്ങളാണ്. ഇന്ദ്രജിത് ഗുപ്ത, സോംനാഥ് ചാറ്റർജി, ജോർജ് ഫെർണാണ്ടസ്, മംഗലാപുരംകാരനാണ്, കർണാടകക്കാരനാണ്. അപ്പം പൊതുവേ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു AK ആൻ്റണി, K കരുണ, ഇവരൊക്കെ സ്ഥിരം വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സുരക്ഷിതത്വക്കുറവില്ല. ഒരു പക്ഷേ ഇന്നായിരിക്കും എനിക്കൊരു സുരക്ഷിതത്വക്കുറവ്. ആവേശം പോയെന്ന് പറഞ്ഞാൽ ഇന്ന് കുറേയും കൂടി നമുക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ കുറേ പ്രാന്തീകരിക്കപ്പെട്ടു പോയി, മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയി, പാർശ്വവൽക്കരിക്കപ്പെട്ടു. നമ്മുടെ സംസ്കാരവും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മാധ്യമപ്രവർത്തനവും ഒക്കെ കുറേയും കൂടി ഫ്രിഞ്ചസിലേക്ക് പോയി എന്നുള്ളതാണ്. അന്ന് പത്രസമ്മേളനങ്ങളിലൊക്കെ അധികം പേരൊന്നുമില്ല, 10, 15, 20 പേരല്ലേ എല്ലാം കൂടി ഉണ്ടാവുള്ളൂ. പക്ഷെ മലയാള പത്രക്കാർക്ക് വലിയൊരു അന്തസ്സുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ഞാൻ 6-7-8 പേരേ ഉള്ളൂ മലയാള പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ അവർക്കിടയിലുള്ള ഒരു ഒരുമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാ ഓഫീസുകളിലും എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങും, ഒരു റൗണ്ട് അടിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമൊന്നും ഇന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഡൽഹി വരാനും ഇത്രയും വലിയ ആൾക്കാരുടെ പ്രഗത്ഭരുടെ സൗമനസ്യത്തിന് വിധേയമാകാനും പ്രാപ്തമാകാനും ഉള്ള ഒരു അവസരം ഉണ്ടായതാണ് ഒരുപക്ഷെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ കാണുന്നുണ്ട്. അതാണ്. MB ആയിട്ട് വരുമ്പോൾ ജോൺ ബ്രിട്ടാസ് ചെറുപ്പക്കാരന് അങ്ങനെ ഒരു മോഹം, ചെറുപ്പക്കാരൊക്കെ പോയി അന്നത്തെ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു മോഹം എൻ്റെ ജീവിതത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാ ആകസ്മികതകളാണ്. പലരും ആകസ്മികതകളാണെന്ന് പറയും, പക്ഷേ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആകസ്മികതമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനീ മാധ്യമപ്രവർത്തനം തന്നെ യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു പ്രൊഫഷനൊന്നുമല്ല. ഞാൻ MAക്ക് കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്. അതിന് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, അപ്പോൾ യൂണിവേഴ്സിറ്റി കൗൺസിലറായിരിക്കുമ്പോൾ അന്ന് പത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനിയെ വിളിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ മുറിയിൽ ഞാനിങ്ങനെ അന്നത്തെ കാലത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഒന്ന് മയങ്ങും. സിഗരറ്റ് എന്നൊക്കെ പറയണത് ഇതാണ് കേട്ടോ.
ഒന്ന് മയങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ വന്ന് 2-3 ആൾക്കാർ മറ്റേ പത്രത്തിലേക്ക് സബ്മിറ്റ് ട്രെയിനി ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എവിടെ ഒന്ന് പോടെ എന്നൊക്കെ പറയില്ലേ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് ഇങ്ങനെ അപേക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെയും കൂടെ ഇന്ന് എഴുതിയിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ വെള്ളക്കടലാസിൽ എൻ്റെ പേര് എഴുതി എൻ്റെ ഒപ്പിട്ട് അവരയച്ചു കൊടുത്തു. അങ്ങനെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു എഴുത്ത് പരീക്ഷ വന്നപ്പോൾ ഈ എഴുതിയ വിദ്വാന്മാർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ എത്രയോ ആകസ്മികമായിട്ട് ഞാൻ വന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ശ്രീരാമകൃഷ്ണനോട് ചോദിക്കുക, ശ്രീരാമകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയും യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് എന്നെയാണ് കണ്ടിരുന്നത്. ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്ക് ബാക്കൗട്ട് ചെയ്തപ്പോൾ എൻ്റെ സ്ലോട്ടിലാണ് ശ്രീരാമകൃഷ്ണൻ വന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ എൻ്റെ സ്ഥാനത്ത് വരേണ്ട ഒരാൾ ബ്രിട്ടാസാണ്. ബ്രിട്ടാസ് മാറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അപ്പം നമ്മളതൊന്നും ആലോചിച്ചിട്ടുമില്ല, ഓർത്തിട്ടുമില്ല. അതൊരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ടാണ് പക്ഷേ അടിമുടി രാഷ്ട്രീയ ജീവിയാണല്ലോ ഞാൻ. എല്ലാ കാലത്തും രാഷ്ട്രീയ ജീവി, അന്ന് എല്ലാവരും രാഷ്ട്രീയ ജീവികളാണ്. അപ്പോൾ എനിക്ക് വന്ന് മാതൃഭൂമിയുടെ VK മാധവൻകുട്ടി ഉൾപ്പെടെ ആൾക്കാർ AIC സമ്മേളനത്തിന് പോകും. അതിനൊന്നൊരു ബുദ്ധിമുട്ടുണ്ടില്ല. അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുറേയും കൂടി വിശാലമായ രാഷ്ട്രീയമാണ്. ഇന്ന് ഈ ആൾക്കാരെ പുലഭ്യം പറയുക, തെറി പറയുക, വെറുപ്പും വിദ്വേഷവും ആ ഒരു പശ്ചാത്തലമല്ല അന്ന് ഡൽഹിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നീട് ഓരോ ഘട്ടത്തിലും ഇപ്പം ഞാനിപ്പോൾ കൈരളിയിൽ ഇപ്പം അനൂപ് ചോദിച്ചുകൊണ്ട് കൈരളിയുടെ ഭാഗമായത് എങ്ങനെയാണെന്ന് തന്നെ എനിക്കറിയില്ല. ഇപ്പോൾ കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഞാൻ പോകുന്നു. എനിക്ക് മാനേജ്മെൻറ്റിൽ യാതൊരു അനുഭവമില്ല. ഞാനിവിടെ ഒരു ബൈക്കിലോ അല്ലെങ്കിൽ ഒരു കാറിലോ പത്രപ്രവർത്തനം നടന്ന ഒരാളാണ്. അത് 33-ാമത്തെ വയസ്സിൽ എന്നെ MD ആയിട്ട് ചീഫ് എഡിറ്ററായിട്ടോ അന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തനത്തിൽ ഒരു കമ്പനിയിലും ഒരു തലനിറച്ച് കുടവേറുള്ള ഒരാളെ മാത്രമാണ് MD ആയിട്ടോ പത്രാധിപരായിട്ടോ കാണുന്നത്. ആദ്യത്തെ ഒരു ന്യൂജൻ പത്രക്കാരനോ MD ഞാനായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചാൽ പോകാൻ എനിക്ക് MD ചെയ്യാൻ പറ്റും. ആകസ്മികമായിട്ട് എൻ്റെ വഴിത്തിരിവുകളെല്ലാം ആകസ്മികമായിരുന്നു. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കണക്കൂട്ടിയിട്ട് കാര്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കണക്കൂട്ടൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ഒരു ഘട്ടത്തിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പൊക്കെയാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. എനിക്ക് അനുവിനറിയുണ്ടാവില്ല ഞങ്ങളുടെ അന്നത്തെ കാലത്ത്. അന്ന് റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി. SLCക്ക് മോശമില്ലാത്ത മാർക്ക് അന്നത്തെ കാലത്തുള്ളതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി. ഞാൻ ആരോടും പറയാതെ അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയവർക്ക് വേണം എക്സ്ചേഞ്ച് ചെയ്യുക ഒരു പ്രത്യേക ഘട്ടം. എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ഒരു തേർഡ് ഗ്രൂപ്പുകാരന് കൊടുത്ത് തേർഡ് ഗ്രൂപ്പ് മേടിച്ചു. ഞാൻ വലിയ കലാപമായി അത്. എന്നുവെച്ചാൽ ഇത്രയും വിഡ്ഢിത്തം ചെയ്തൊരു മനുഷ്യന് അന്ന് കേരളത്തിലുണ്ടാവില്ല. പക്ഷേ അന്നിങ്ങ ഞാൻ ഈ മാത്സ് എടുത്തിരുന്നെങ്കിൽ ഈ കല്ല് കെട്ടി വെള്ളത്തിൽ ചാടിയ പോലെയായിരുന്നു. പക്ഷെ അന്നേതോ മുത്തലീം എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഒരുത്തനാണ് അന്ന് മാത്സ് സെൻ്ററിൽ നിന്ന് എടുത്ത്. അവൻ മിക്കവാറും എവിടെയെങ്കിലും കടലിൽ ചാടി ചത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അതങ്ങ് ആകസ്മികമായിട്ട് വന്നു ഭവിച്ചതാണ്. ഇതും അങ്ങനെ വന്നു ഭവിച്ചതെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ MBA തിരഞ്ഞെടുക്കപ്പെട്ടു, സഭയിലേക്ക് പോകുന്നു, അപ്പം നമുക്ക് മനസ്സിലുണ്ടാവില്ലേ ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കണം? അല്ല, അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ എന്നെ രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്, എന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ആശയമുണ്ട്, ഒരു സംസ്ഥാനമുണ്ട്. അപ്പം അതെനിക്ക് തന്നിരിക്കുന്നൊരു ദിശാബോധമുണ്ട്. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു പ്രത്യേക വിഷയം നമ്മുടെ മുമ്പിൽ പൊട്ടിമുളയ്ക്കുമ്പോൾ ആ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നൈസർഗികമായിട്ട് തോന്നാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം എനിക്കുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്നിൽ അടിച്ചേൽപ്പിച്ചല്ല. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിൽ നാട്ടിൽ ഒന്നും ഇടതുപക്ഷം വളരെ ശുഷ്കമായൊരു നാടാണ് എൻ്റെ നാട്. എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇടതുപക്ഷം ഭരിക്കാത്ത പഞ്ചായത്താണ്. അപ്പോൾ ഞാൻ ഇടതുപക്ഷത്തേക്ക് വന്നത് എൻ്റെ ചോയ്സാണ്. അതാരും എന്നെ അടിച്ചേൽപ്പിച്ചതല്ല. ഇപ്പം ജോൺ ബ്രിട്ടാസ് നീ ഇടതുപക്ഷമായിരിക്കണം എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇടതുപക്ഷമായത് എൻ്റെ ചോയ്സാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഇടതുപക്ഷമായത് എനിക്ക് ലോകത്തെ കാണാൻ ഒരു അധിക ജാലകം തുറന്നിട്ട പോലെയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു വലതുപക്ഷ രാഷ്ട്രീയമുള്ള ഒരാളെക്കാൾ കൂടുതൽ എനിക്ക് കുറേ കൂടി സ്പഷ്ടമായിട്ട് എൻ്റെ പരിസരത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എവിടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പോയപ്പോഴും ബാഗ്ദാദിൽ ഞാൻ ഈ സദാം ഹുസൈൻ്റെ അവസാന നാളുകളിൽ അവിടെ പോയപ്പോഴും എനിക്കൊരു കൃത്യമായ ഒരു വ്യൂ പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവോ ഒരു കാഴ്ചപ്പാടോ എനിക്ക്
ഉണ്ടായതിന് കാരണം ഒരു പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരു രാഷ്ട്രീയം. അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പരിസരത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പാർലമെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സംസാരം ഏതളവ് വരെ എഫക്റ്റീവാകും, ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന കാരണം അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം വെച്ചാൽ പാർലമെൻറ്റ്, പ്രത്യേകിച്ച് രാജ്യസഭ എന്ന് പറയുന്നത് നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ, മലയാള പത്രഭാഷ പറഞ്ഞ താപ്പാനകളുടെ വികാര കേന്ദ്ര. മുൻ പ്രധാനമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ 20-25 വർഷമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു ജൂനിയറായിട്ടുള്ള ഒരു ബാക്ക് ബെഞ്ചറായി ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ശബ്ദം ആരെങ്കിലും ശ്രവിക്കുമോ, എൻ്റെ ശബ്ദത്തിനവിടെ പ്രസക്തി ഉണ്ടോ, എനിക്കൊരു പ്രസക്തി ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും സഭ എടുക്കുക എന്നുള്ളത്, ആ ഒരു ആശങ്കയിൽ നിന്ന്. പക്ഷേ എനിക്ക് എന്തോ പലരുടെയും സൗമനസ്യം കൊണ്ടും വിശാല ഹൃദയം കൊണ്ടും ആ ഒരു പ്രതിസന്ധി പെട്ടെന്ന് തന്നെ എനിക്കില്ലാതായി. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രസ്താവന ഒരു BJP നേതാവിൻ്റെ ബ്രിട്ടാസ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതല്ല എൻ്റെ ചോദ്യം. ഞാനിങ്ങനെ ആലോചിച്ചു, ബ്രിട്ടാസ് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലേ? ബ്രിട്ടാസ് ഒരു ക്രിസ്ത്യാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതക്കാരനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ബ്രിട്ടാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MP-ൻ്റെ മുന്നിൽ പല ജാതി മതസ്ഥരെ കുറിച്ചുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ അത് നമ്മളിങ്ങനെ ജാതിൻ്റെ മതത്തിൻ്റെയും കള്ളിയിലാക്കേണ്ടതുണ്ടോ? മനുഷ്യൻ എന്നുള്ള കള്ളിയല്ലേ? അപ്പം യഥാർത്ഥത്തിൽ നേരത്തെ തന്നെക്കാൾ വലിയ പ്രതിസന്ധി നിങ്ങളൊക്കെ നേരിടുന്നുണ്ടാവില്ലേ? ഇപ്പം നിമിഷപ്രിയയുടെ വിഷയം ഒരു മനുഷ്യൻ്റെ വിഷയം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു മതവിഭാഗത്തിൻ്റെ കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ കാണാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടോ? അതല്ല മറ്റത് കൂടി പരിഗണിക്കേണ്ടി വരുന്നുണ്ടോ, മതവും ജാതിയൊക്കെ? അതായത് ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കേരളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി, അപ്പം ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്, സംഭാഷണമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിലയിരുത്തിയൊരു കാര്യമുണ്ട്. ഇന്ന് എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല, ആരെന്ത് പറയുന്നുള്ള പ്രസക്തി. ഇപ്പം ജോൺ ബ്രിട്ടാസ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുക, ജോൺ ബ്രിട്ടാസിൻ്റെ മതം ഏതാണ്, ജാതി ഏതാണ്. ഇത് തന്നെയാണ് മമ്മൂട്ടി അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം. നമ്മളൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു കള്ളിയിലേക്ക് അങ്ങ് പിടിച്ചിടും. ഞാൻ സത്യസന്ധമായി പറയാം, ഞാൻ പാർലമെൻറ്റ് നടത്തിയ പ്രസംഗങ്ങളിൽ നല്ലൊരു ശതമാനം ഒരു പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല, സാഹോദര്യവും തുല്യതയും മതനിരപേക്ഷതയുമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒന്നാമത്തെ നെഹ്റു ഗവൺമെൻറ്, ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തകരോടും പറയാറുണ്ട്, ഇടയ്ക്ക് ഹിസ്റ്റോറിക്കലായിട്ട് കൂടി പോകണം. ഒന്നാമത്തെ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ ഘടന പരിശോധിക്കുക, അപ്പോൾ 15-16 MP വരും. പാഴ്സി, സിഖ്, മുസ്ലിം, ആരെ ഇല്ലാതിരുന്നത്, ഹിന്ദു തീവ്രവാദം ഉയർത്തിയ ആളുകൾ പോലും ഉണ്ട്. അതായത് ഇപ്പോൾ അംബേദ്കർ എന്തെല്ലാം അതിൻ്റെ ഘടന നോക്കുക. അതായത് എല്ലാ വിഭാഗത്തിനെ ഉൾക്കൊണ്ട് ഒരു പ്ലൂറലായിട്ടുള്ളൊരു ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് 20 കോടിയോളം വരുന്ന ഒരു ജനസംഖ്യയ്ക്ക് നമ്മുടെ എക്സിക്യൂട്ടീവിൽ ഒരാൾ പോലും ഇല്ല. ഇത് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല, നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ക്രിസ്ത്യൻസിനെതിരെ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഈ ക്രിസ്മസ് ദിനത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫീസ്റ്റിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇവിടെ ക്രൈസ്തവ വേട്ട നടത്തുന്നു. അത് എക്സ്പോസ് എനിക്ക്, അത് ഞാൻ ക്രിസ്ത്യാനിയായിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് അറസ്റ്റ്, ഞാനത് പ്രസംഗിച്ചത് 2 പേര്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്ക്കോടതികളൊക്കെ ഭയങ്കര വർഗീയവൽക്കരിക്കപ്പെടുന്നതാണ് പറയുന്നത്. യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ബറേലിയിലെ ഒരു കീഴ്ക്കോടതി പോലും ഞെട്ടിപ്പോയി. 2 പേരെ പിടിച്ച് 6 മാസം ജയിലിലിട്ടിരിക്കുക. എന്നാൽ നിങ്ങളൊരു കാര്യം പറയട്ടെ, മലയാളികളായിരുന്നു ജയിലിലായത്. കേരളത്തിൽ ഡൽഹിയിൽ ഒരു മലയാള പത്രപ്രവർത്തകന് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ അത് ചേസ് ചെയ്ത് പോകേണ്ടതല്ലേ, പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മാധ്യമലോകത്തും വന്നിട്ടുള്ള മാറ്റമാണ്. അത് അവർ ക്രിസ്ത്യാനിയായതുകൊണ്ടല്ല, അതായത് ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടന. ഇപ്പം എൻ്റെ ഇടയ്ക്ക് ഞാനെന്തോ കുംഭമേളയ്ക്കെതിരെ പറഞ്ഞു എന്നുള്ള, അത് നിങ്ങൾ മാതൃഭൂമിക്കാർ ചെയ്തൊരു കുസൃതിയാണ്. കാരണം ഞാൻ നടത്തിയ വലിയൊരു പ്രസ്താവനയെ നിങ്ങൾ അടിച്ചു വരത്തി ഒറ്റ വാചകമാക്കിയപ്പോൾ
നടക്കുള്ളതെല്ലാം പോയി. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതായത് ഈ കുംഭമേള, ഞാനതിനെ പ്രതികരിക്കാനൊന്നും പോയില്ല. ഏതൊക്കെ ചാനൽ 1.5 മണിക്കൂറൊക്കെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാം. അതായത് യഥാർത്ഥ വിശ്വാസികളെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞ് ഭരണക്കാർ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കുംഭമേള ഉപയോഗിക്കുമ്പോൾ ഉണ്ടായ ദുരന്തമാണ്. ആ ദുരന്തത്തെ നിങ്ങൾ കാണണം. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. അവർ ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയുടെ പോകേണ്ടതല്ല. അപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡെവലപ്മെൻറ്റ് ഈ പറഞ്ഞ ചൈനയുടെ ഡീപ് സീക്കുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇപ്പം ചൈന ഇങ്ങനെ ഈ മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ഥലത്ത് ഇങ്ങനെ തിരമാലകൾ തീർക്കുന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്തു? ഞാൻ കുംഭമേളയായിട്ട് കറക്റ്റ് ചെയ്തു. കുംഭമേളയ്ക്ക് പോകുന്നതിനെന്താ, അതല്ല ആവശ്യമുള്ളൊരു പോവുക. എന്താ വെച്ചാൽ എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. അതിൽ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിം എന്നുള്ള വേർതിരിവില്ല. അതിനിടയ്ക്ക് എന്തോ എൻ്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടെന്തോ പറഞ്ഞു. അതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാനിവിടെ പാർലമെൻറ്റിൽ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യപ്പോൾ ദൃഢപ്രതിജ്ഞ എടുത്ത് ഞാൻ എൻ്റെ ചുമതലയേറ്റ ആളാണ്. എൻ്റെ നിലപാടെന്താണെന്നുള്ളത് അതിലുണ്ട്. ഒരു സംശയവും എനിക്ക് അക്കാര്യത്തിലില്ല. അതേസമയം ആരെങ്കിലും പ്രായപൂർത്തിയായ ആൾക്കാരോ അല്ലാത്തവരോ അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്നതിന് നമുക്കൊരു തടസ്സവും ഇല്ല. അതിനോട് ഞാൻ പൂർണ്ണമായി സഹകരിക്കും. പിന്നെ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ എത്രയോ സുഹൃത്തുക്കളുടെ വിവാഹത്തിന്, ബന്ധുക്കളുടെ വിവാഹത്തിന് പള്ളിയിലും അമ്പലത്തിലും എല്ലായിടത്തും പോകുന്നില്ലേ? അതിനെന്ത് പ്രത്യേകിച്ച് തകരാറ്? അതൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ. അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതല്ലേ എൻ്റെ ആഗ്രഹം. എൻ്റെ നിലപാട് എനിക്ക് വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. അത് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടാണ്. ഞാനിവിടെ രാജ്യസഭയിൽ ദൃഢപ്രതിജ്ഞ എടുത്ത് ഞാൻ എൻ്റെ ചുമതല ഏറ്റപ്പോൾ എൻ്റെ നിലപാടെന്താണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും രഹസ്യമാക്കി വെച്ച സാരമല്ലല്ലോ അത്. അതിൽ പ്രത്യേകിച്ചിട്ട് അത് രഹസ്യമാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരാളും രഹസ്യമായി ഹിന്ദുവാകുകയോ രഹസ്യമായി മുസ്ലിം ആകുകയോ രഹസ്യമായി സിഖ് ആകണ്ടോ രഹസ്യമായി ക്രിസ്ത്യാനി ആകേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകരുത്, ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾ രഹസ്യമായി ആകേണ്ട കാര്യമില്ല. അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യുക്തിവാദിയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായി യുക്തിവാദിയാകാം. അതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത എന്നുള്ളത്. അപ്പം ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വിഷം മാത്രം വമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ ഒരു ടാർഗറ്റാക്കാം. പക്ഷെ അതിനൊന്നും നമ്മൾ ആരെ പറഞ്ഞ് ചഞ്ചലാകേണ്ട കാര്യമില്ല. ഞാൻ ഇനിയും ഈ പറഞ്ഞ പോലെ വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തും. അത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ സിഖ് എന്നോ ഉള്ള യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതിപ്പം അമേരിക്കയിൽ പോയിട്ട് ഇങ്ങോട്ട് നാട് കടത്തപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി ഞാനവിടെ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ ആ വ്യക്തിയുടെ ജാതിയോ മതമല്ലല്ലോ, ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള സംസാരമല്ലേ. അവിടെ എന്താ ജോൺ ബ്രിട്ടാസിന് മതം കാണാത്തവർ? എന്നാൽ മതം കാണണ്ടേ? എന്നാലും അവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവിടെ ശബ്ദം ഉയർത്തിയപ്പോൾ നിമിഷപ്രിയയുടെ മതം നോക്കിയിട്ടാണ് ഞാൻ ശബ്ദം ഉയർത്തി. ഒരു മലയാളി സഹോദരി ഒരു അന്യദേശത്ത് കാരാഗ്രഹത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നു, അവരുടെ മതം നോക്കിയിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഹേറ്റഡും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു നന്മയുണ്ട്. അതൊക്കെ ഒരു സാഹോദര്യത്തിൻ്റെ നന്മയാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും. താങ്ക് യു അനു. ഓക്കെ.